ബിഗ് ബോസ് സീസൺ 6 മലയാളം ഫിനാലെ വീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടോപ്പ് 6 നമ്മൾ വിചാരിച്ച ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ശ്രീതു, ഋഷി, അഭിഷേക്, ജിൻഡോ, ജാസ്മിൻ, അർജുൻ ഇവരൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചവരിലല്ല കുറേയൊക്കെ നമ്മൾ വിചാരിച്ചവരൊക്കെ ഔട്ടായിപ്പോയി. ആദ്യത്തെ ആഴ്ച തൊട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ആഴ്ച ഔട്ടായത് രതീഷാണ്. രതീഷ് ആദ്യത്തെ വീക്ക് തൊട്ട് തന്നെ ഗെയിം കളിക്കാൻ തുടങ്ങിയ ആളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു രതീഷിനെ ഔട്ടാക്കണമെന്ന് വിചാരിച്ച് ഔട്ടാക്കിയതല്ല. എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വോട്ട് കൊടുത്തപ്പോൾ രതീഷിനെ ആർക്കും വോട്ട് ചെയ്യാനില്ലാതെ പോയ ആളാണെന്ന് തോന്നി. കാരണം രതീഷിനെ പോലെ ഒരാൾ അവിടെ കുറേ കാലങ്ങളുണ്ടെങ്കിൽ ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫെയിം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു. കാരണം ഒരാഴ്ച കൊണ്ട് തന്നെ ആളുണ്ടാക്കിയ ഓളം ചെറുതല്ല. അങ്ങനെ ആ വീക്കിൽ 9 നോമിനേഷൻ വന്നപ്പോൾ ജിൻഡോ ഇങ്ങനെ മാറിയിരുന്ന കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഒറ്റ ദിവസം കൊണ്ടാണ് ആൾ ഇവിടെ ആര് ചായ ഉണ്ടാക്കിയത്. അപ്പോൾ യമുന ചേച്ചി അഭിമാനത്തോടെ ഞാനാണ്. അപ്പോൾ പറയാണ് ഒട്ടും കൊള്ളില്ല ചായ എന്ന്. അങ്ങനെ അത് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും എനിക്ക് പറഞ്ഞു ഇയാൾക്ക് ചായ ഉണ്ടാക്കാൻ വന്ന ആൾക്കാരെല്ലാം ഞങ്ങൾ അങ്ങനെ ഒരു അടി. അങ്ങനെ ജിൻഡോ മുൻപിലേക്ക് വരാൻ തുടങ്ങി. ആൾക്ക് മനസ്സിലായി ഇങ്ങനെ പതുങ്ങിയിരുന്ന കാര്യമില്ല. അപ്പോൾ ഏറ്റവും നന്നായി ഗെയിം കളിച്ചത് ജിൻഡോ ആണ്. പക്ഷേ പിന്നെ എന്താണ്ടായി, മലയാളികൾക്കൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമില്ലാത്തവർ അവർ ആദ്യം ഔട്ടാക്കും, കളിക്കാത്തവരൊക്കെ അങ്ങനെ അതിൻ്റെ ഉള്ളിലാവുകയും ചെയ്യും. അതാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജിൻഡോനെ പിന്നെ അവരെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുക. രതീഷ് പോയതോടുകൂടിയാണ് അങ്ങനെ ഉണ്ടായി തുടങ്ങിയത് കേട്ടോ. രതീഷും കൂടി ഉണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ജിൻഡോനെ ആ വീക്ക് തൊട്ട് അവരെല്ലാവരും താഴ്ത്തിക്കെട്ടാൻ തുടങ്ങിയപ്പോൾ ആ സെക്കൻഡ് വീക്ക് തൊട്ട് തന്നെ ജിൻഡോന് ഫാൻസ് കൂടി. വീട്ടിലുള്ള എല്ലാവരും ജിൻഡോനെ താഴ്ത്തിക്കെട്ടാൻ തുടങ്ങിയപ്പോൾ ജിൻഡോനെ ഫാൻസ് കൂടി. അതുകൊണ്ടാണ് ജിൻഡോൻ പിന്നെ ആ ഫാൻസുകാർക്ക് ഉയർത്തിപ്പിടിക്കാൻ വേറൊരാൾ ആ സീസണിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ വന്നത് ആരാന്ന് വെച്ചാൽ അപ്പം തന്നെ ജാസ്മിൻ കളി തുടങ്ങി ഗബ്രിയുമായിട്ട്. എനിക്ക് തോന്നുന്നു മലയാളം സീസണിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ രണ്ടാളെ അപ്പം തന്നെ വെറുപ്പിൻ്റെ ആ ഇതിലേക്ക് മാറ്റി നിർത്തി. പിന്നെ ഉള്ളത് റോക്കീനെ എല്ലാവർക്കും അങ്ങനെയെങ്കിലും ഒരാളുണ്ടല്ലോ എന്നുള്ള സന്തോഷിച്ച് വരുമ്പോഴാണ് റോക്കി ഒരാൾ ഇടിച്ച് ഔട്ടാവുന്നത്. സിജോ അപ്പം അങ്ങനെ പോയി. സിജോ നല്ല ഗെയിമറാണെന്ന് ചോദിച്ചാൽ ആൾക്കാരുടെ എന്താ പറയുക ഇഷ്ടം പിടിച്ചു പറ്റാൻ ആൾക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ സത്യം പറഞ്ഞാൽ ഇത്രയും വേസ്റ്റായ ഒരു സീസൺ വേറെ ഇല്ല കേട്ടോ. അത്രയും മോശം സീസണായിരുന്നു. കുറേ ഇരുന്ന് കണ്ടു. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിൽ. ലൈവൊക്കെ കാണണം. 40-60K ലൈവൊക്കെ ഉണ്ടായിരുന്ന കഴിഞ്ഞ സീസണും അതിൻ്റെ മുന്നത്തെ സീസണൊക്കെ ഇപ്പോൾ വെറും 14, 12, 13K വ്യൂസൊക്കെ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നിയത് അങ്ങനെ മുന്നോട്ട് പോയി അതിൻ്റെ ഇടയിലാണ് പൂജ, സിബിൻ, അഭിഷേക്, സായി, നന്ദന ഇവരൊക്കെ കടന്നു വരുന്നത്. 6 വൈൽഡ് കാർഡ്സ്, അഭിഷേക്, ജയദീപ് ഇവരൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ എല്ലാവർക്കും പുറത്തുനിന്നുള്ള ഒരാൾക്കാർക്ക് പ്രതീക്ഷ. അങ്ങനെ സായിലായിരുന്നു ആ പ്രതീക്ഷ മുഴുവൻ. സായി ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ പ്രതീക്ഷയൊക്കെ തകിടം മറിച്ച് അവിടെ കയറി നിന്നത് ഒരു പ്രതീക്ഷയില്ലാത്ത പൂജയും സിബിനായിരുന്നു. അവരെന്തൊക്കെ ഉള്ളിൽ കളികളുണ്ടെന്ന് പറയുന്നുണ്ട്. അവർ പെട്ടെന്ന് തന്നെ സിബിനും പൂജ ഔട്ടായിപ്പോയി പല കാരണങ്ങൾ കൊണ്ടും. പിന്നെ അഭിഷേക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അഭിഷേക് ജയദീപ് നന്നായി സംസാരിക്കുകയും എല്ലാം ചെയ്തിരുന്ന ആളായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആൾ പുറത്തിറങ്ങിയപ്പോൾ പറയുന്നുണ്ട് ഞാൻ കാണിച്ച പലതും അവിടെ കാണിച്ചിരുന്നില്ല, ടെലികാസ്റ്റ് ചെയ്തിരുന്നില്ല എന്ന്. എന്തുകൊണ്ട് അഭിഷേക് ജയദീപിന് ഫാൻസ് കുറഞ്ഞു, വോട്ട് കുറഞ്ഞു. എനിക്ക് തോന്നുന്നു ആൾ കുറച്ചും കൂടി ആൾക്ക് വോട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ആൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു. എനിക്കത് സങ്കടം തോന്നി. പിന്നെ നമ്മൾ ഫിനാലയിൽ എത്തുമെന്ന് വിചാരിച്ച് ടോപ്പ് 6 എത്തുമെന്ന് വിചാരിച്ച അപ്സര ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിട്ട് അത് തകിടം മറിച്ച ആളെ അപ്പം തന്നെ ജനങ്ങൾ ഔട്ടാക്കി. അങ്ങനെയുള്ളവരെ മലയാളികൾ നിർത്തില്ല. അത് അപ്സരയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ട്. പുറത്തിറങ്ങിയപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവില്ല. പിന്നെ ഉള്ളതാണ് അർജുൻ, ശ്രീതു. രശ്മിൻ ഭായിയൊക്കെ പവർ റൂമിലുള്ള കാരണം നിന്നതാണ് കേട്ടോ. ശ്രീരേഖ ചേച്ചിയൊക്കെ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. അപ്പോൾ അവരൊന്നും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ശ്രീതു, അർജുൻ. പുറത്തുനിന്ന് സായി അവരൊക്കെ വന്ന് നിങ്ങളുടെ കോംബോ വൻ ഹിറ്റാണെന്ന്. ഈ PR എന്ന് പറയുന്നത് എനിക്ക് ഇവിടെയാണ് തോന്നിയത്. കാരണം ഹോട്ട്സ്റ്റാറിൽ ലൈവിലും എല്ലാവരുടെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിലും ശ്രീജുൻ ലവ്. അപ്പോൾ അവരെയാണ് എനിക്കൊരു PR ആയിട്ട് തോന്നിയത്.